ഹലോ ഗൈസ്, ഇത് നിങ്ങളുടെ സ്വന്തം ഡാൽമ 420 അല്ലെങ്കിൽ ഡാൽട്ടൻ സന്തോഷ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മണിക്കുട്ടൻ. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ഒരു ഗെയിമായിരിക്കും മൈൻക്രാഫ്റ്റ്. കുറച്ച് നാളായി, ഒരു 2 വർഷമായി ഞാൻ കളിച്ചിട്ട്. എൻ്റെ പഴയ അക്കൗണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ പഴയ അക്കൗണ്ട്. ഹാസ്മാറ്റ് സൂട്ടൊക്കെ ഇട്ട് നല്ല ഡ്രസ്സാണല്ലേ. കേപ്പുണ്ട് പാൻ കേപ്പ്, ദ പാൻ കേപ്പ്. അപ്പോൾ നമുക്ക് എനിക്ക് അത്രയും ഒന്നും ഓർമ്മയില്ല. വുഡൊക്കെ പഞ്ച് ചെയ്യണമെന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നമുക്കൊരു വേൾഡ് ഉണ്ടാക്കാം. ഒന്നും പറയാനില്ല, അത് നമുക്ക് തുടങ്ങാം. ഒരു വേൾഡ് ക്രിയേറ്റ് ന്യൂ വേൾഡ് സർവൈവൽ. പേരെന്നാ വയ്ക്കാം ഗൈസ്? പേര് ദ ഫാം കൊള്ളാലേ. നോർമൽ ഡിഫിക്കൽട്ടി, മൾട്ടിപ്ലെയർ ഓൺ, വേൾഡ് സീഡ് എല്ലാം ആണ്. ചീറ്റ്സ് ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഞാനത് ഇതാണ് തോന്നുന്നത് നല്ലത്. പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നു ഗൈസ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യണവരെ നമുക്ക് നോക്കി വെക്കാം. ഫസ്റ്റ് പോയി ചാവരുത്, അതാണ് എൻ്റെ പേടി. മോസ്റ്റ് ബ്ലോക്സ് എന്നതൊക്കെയാണോ പറയണുണ്ട്. ചെറി ബ്ലോസംസ് ഉള്ളതാണ്. ഞാൻ കുറേ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ കാണാറുണ്ട്. ഡ്രീമിൻ്റെ സ്പീഡ് റൺസും സ്പിയർ ഗെയിം പ്ലേയും അതൊക്കെ കുറേ കണ്ട്. കുറച്ച് കളിക്കാൻ അറിയാം എന്ന് പറയാം. പിന്നെ മേസ് കണ്ടായിരുന്നു. മേസ് ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ചേട്ടൻ്റെയാ. ആ ചേട്ടനെ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഡാർക്ക് ഓക്ക്. അയ്യോ നമ്മൾ ഓട്ടോ ജമ്പ് ആണ്. ഗെയിം ടച്ച് ജോയ്സ്റ്റിക്ക് വിസിബിലിറ്റി, ഓട്ടോ ജമ്പ് വേണ്ട, അത്രയും നൂബല്ല നമ്മള്. ഡാർക്ക് ഓക്ക നമുക്ക് വുഡ് എടുക്കാം. കൺട്രോൾസ് ഒന്നും പിടി കിട്ടണില്ല. കളിക്കുന്നു. വുഡ് കിട്ടണമെന്ന് എനിക്കറിയാം. വുഡ് ക്രാഫ്റ്റിംഗ് ടേബിൾ ആ പരിപാടിയൊക്കെ അറിയാം. എനിക്ക് ഈ ബയോമേ ഇഷ്ടപ്പെട്ടില്ല. അങ്ങ് പൊട്ടിച്ചിട്ട് നമ്മളങ്ങ് ഓടും. അത്രേ ഉള്ളൂ. ഇതിൻ്റെ റീച്ച് അത്രേ ഉള്ളൂ. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, കുറച്ച് സ്റ്റിക്ക് പ്ലേസ് ചെയ്തിട്ട് നമുക്കൊരു ആക്സ് പിന്നെ ഈ പരിപാടിയൊക്കെ എനിക്ക് ഇച്ചിരി അറിയാം. ബോട്ട് ഇതെടുത്തോണ്ട് നമുക്ക് സ്ഥലം വിടാം. എനിക്ക് ഈ ബയോമേ ഇഷ്ടപ്പെട്ടില്ല. ലാഗടിക്കണം. നമുക്ക് ഈ ട്രീയും കൂടെ വെട്ടിട്ട് പോവാം. ഈ ട്രീയും കൂടെ വെട്ടി നമുക്ക് സ്ഥലം വിടാം. ഞാൻ മൈൻക്രാഫ്റ്റ് പി കണ്ടാ കളിക്കണം. എൻ്റെ കയ്യിൽ പി സി ഒന്നുമില്ല. ആർക്കെങ്കിലും എന്നെ പി സി സ്പോൺസർ ചെയ്യുവാണെങ്കിൽ ചെയ്തോട്ടാ ഗൈസ്, എനിക്ക് സന്തോഷം. എനിക്കൊരു
റൈസ് പക്ഷേ കൊള്ളാല്ലേ. എൻ്റെ മെക്കാനിക്സ് കൊള്ളാം. അതെന്നതാ പരിപാടി? ഡാർക്ക് ഓക്ക. നമുക്ക് അതൊന്നും നോക്കണ്ട. ഡാർക്ക് ഓക്കെ എനിക്ക് വേണ്ട. എനിക്കൊരു ഓക്ക് ബയോം വിത്ത് ഒരു വില്ലേജിൽ പോയി നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം. മഷ്റൂം അല്ലേ ഇങ്ങനത്തെ ഈ ഡാർക്ക് ഓക്കിലൊക്കെ മഷ്റൂം? ഇത് കണ്ട എന്നെ ഹൈറ്റ് വന്നതിന് അമ്മോ, എന്നാ ഹൈറ്റ് അതിന്. എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട്. ബർച്ച് ആഹാ, നല്ല പാട്ട്. ഞാൻ എങ്ങോട്ടാണ് പോണത്? മൈൻക്രാഫ്റ്റ് പാട്ടൊക്കെ ഞാൻ മിസ് ചെയ്തിട്ടോ. സത്യമായിട്ടും പറയാം, പാട്ടൊക്കെ ഭയങ്കര മിസ്സായിപ്പോയി എനിക്ക്. ചുറ്റിക്കറങ്ങി പോയി നോക്കാം എല്ലാ സ്ഥലത്ത്. ഇത് ഭയങ്കര ഫാസ്റ്റ് ട്രാവൽ അല്ലേ? ഐസ് ബോട്ടാ ആ സാമാനോ എലക്കയോ എന്നതോ അതാണ് ഫാസ്റ്റസ്റ്റ് ട്രാവൽ എന്ന് കേട്ടത്. ഞാൻ ഫസ്റ്റ് ക്യാൻമാൻ ബൊർച്ചൊക്കെ എന്നെ ഹൈറ്റ് അതിന്. ഞാനൊരു കാലത്ത് ഹീറോ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അതൊന്നും ഉണ്ടാവോ ദൈവമേ? ഹീറോ ബ്രെയിൻ ആണെങ്കിൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യും ഞാൻ. എനിക്ക് ഹോറർ അതെ ഓക്ക് ജംഗിളാ ഓക്കാണ് ബർക്കാണ് ഒന്ന് പോയി ചുറ്റിക്കറങ്ങ. പിന്നെ ബോട്ടിലാണ് ഞാൻ പോലും. ബോട്ട് റെസിഡൻഷ്യൽ പാർട്ടാണ്. കുറച്ച് കാൻമാനേറ്റിന് കാണണ്ട. ഹിറ്റാർ താഴെ കിടക്കണ കുറെ സാധനങ്ങള്. ആരാണ് വെട്ടി പൊളിച്ചിട്ടത്? വെട്ടി പൊളിച്ചിട്ടിട്ട് എങ്ങനെ പോലടേ? ഞാനൊരു വില്ലേജ് അല്ലെങ്കിൽ ഒരു പ്ലെയിൻസ് ബയോ മാത്രമേ എവിടെ നടക്കണം. അങ്ങോട്ടേക്ക് പോയി നോക്കിയാലോ ഗൈസ്? ഫുഡൊന്നുമില്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ ഓടി നടക്കണം. എന്നാലാകെ മൈൻക്രാഫ്റ്റ് അങ്ങനെ നന്നായിട്ട് ഓടില്ല ഒന്നത്തിലും. എഡിറ്റർ നന്നായിട്ട് വന്നിട്ടുണ്ടെന്നു. പന്നി കൊല്ലണോ അതിനെ? വേണ്ട, പാവ. പ്ലെയിൻസാണോ തോന്നുന്നത്? നമുക്കിങ്ങനെ സ്വിം ചെയ്ത് പോകാം. ഇങ്ങനെ കണ്ടല്ലോ പ്ലെയിൻസ് ആണെന്ന് തോന്നുന്നത്. ഒരു വില്ലേജ് കിട്ടുവാണെങ്കിൽ അവിടെ ഇറങ്ങാം. പട്ടിയല്ലേ ഞാൻ പട്ടിക്കുട്ടന്മാര് അതിന്റെ കോച്ച് നോക്കിയിട്ട് കേട്ടോ. ഫസ്റ്റ് നമ്മളൊരു റേറ്റ്
ഇതൊക്കെ ഈ സാധനം ആവശ്യമുണ്ടെന്നാ തോന്നുന്നത്. കൂൾ ബ്ലോക്ക്, കൂള്, ഇതെല്ലാം മറ്റേ എന്നാ ചാരം, ചാരാണ്, കരിയാണ്, കരി. ഇതിന്റെ സംഭവം ഡയറൈറ്റ് അങ്ങനെ കൊണ്ടല്ലേ ഇതിന്റെ പേര്. മൗണ്ടൻ പീക്കാ. ഇത് കോഴി, ചിക്കൻ. നമുക്ക് ഇതിനങ്ങ് എടുക്കാം. ചിക്കൻ കിട്ടി. ചിക്കൻ വറുത്ത് തന്നെ, ചിക്കൻ പൊട്ടിച്ചെറുത്തത്, അങ്ങനെ കൊണ്ടല്ലേ ഇതിന്റെ പേര്. ഞാൻ സമയം കളയാം. ഇങ്ങനെ ജേർണി ചെയ്ത് പോകാം, വില്ലേജ് വരെ കിട്ടണ വരെ. ഇത്ര ഉള്ളല്ലേ. ഇത് ആവശ്യമുണ്ടെന്നാ പറയണ. വുള്ള്, വുള്ള്. റെൻഡർ ഡിസ്റ്റൻസ് ഇത്രയും ലോ ആണല്ലേ. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കണം. അമ്മേ, ഞാനിങ്ങനെ കുഴിക്കാത്ത പെട്ടത്. ഞാൻ അത്രയും വലിയ നൂബാ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അത് കിട്ടി. എന്നെ പൊട്ടി. നൈറ്റ് ആകുമെന്നോ തോന്നുന്നത്. അയ്യോ, നൈറ്റ് ആകുമോ ഗൈസ്? നൈറ്റ് ആയിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ വന്ന് കൊന്നാലോ. എത്ര വുള്ള് എൻ്റെ കയ്യിലുണ്ട്? 2 ഉള്ളൂ. എനിക്ക് ബെഡ് ഉണ്ടാക്കാനൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഇങ്ങനെ അങ്ങ് ട്രാവൽ ചെയ്ത് പോകാം. ഫുഡൊന്നുമില്ല. ഒന്നും കുക്ക് ചെയ്യാതെ കഴിക്കണം. നമുക്കിങ്ങനെ പോകാം. ദൈവമേ, ഒരു വില്ലേജ് കിട്ടിയാൽ എനിക്ക് നല്ല വില്ലേജ് കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു. പ്ലെയിൻസ് അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ ഇത് ഒരെണ്ണം, ഇത് ഒരെണ്ണം, സെറ്റ്. രക്ഷപ്പെട്ടു. നൈറ്റ് വരുന്നവരെ നമുക്ക് കൊടുക്കത്തിരിക്കാം. എനിക്കങ്ങ് മഴ കൈസ് ഇവരുടെ കൂടെ തല്ലുപിടിക്കാൻ. നമ്മൾ പീസ്ഫുൾ കൈസ്. വി ഹാവ് നോ എനിമി കൈസ്. ഇവിടെ പറഞ്ഞാൽ ഇതുണ്ടാക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇരിക്കുക. കബിൾ സ്റ്റോൺ മാത്രമേ ഉള്ളൂ. ഇച്ചിരി കബിൾ സ്റ്റോൺ, ഒരു ഫർണസനാ, മറ്റേ ഇത് എന്നാ പേര്, അടുപ്പ് കത്തിക്കണം. പോക്കറ്റ് എഡിഷൻ ആയത് കാരണം നമ്മൾ ഇങ്ങനത്തെ ഗെയിം പ്ലേ ഇടേണ്ടത്. അതും ക്രാക്ഡാ. എൻ്റെ കയ്യിൽ എങ്ങും ഇല്ല കൈസ് 30 രൂപേന്.
40 രൂപേനെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമ്മളിങ്ങനെ പാവായിട്ട് നടക്കണം. 30 രൂപ ഇല്ലാത്ത കാരണമല്ല, എനിക്ക് ഇങ്ങനെ ഗെയിമിലേക്ക് കാശ് ഇടാൻ പറ്റില്ല. കാശൊക്കെ ഉണ്ട്, പക്ഷെ അതിങ്ങനെ അങ്ങോട്ടേക്ക് ആക്കണമെന്ന് പറഞ്ഞൂടാ. നമ്മളപ്പോ ഇതങ്ങ് അടിക്കണം. അയ്യോ, ഇവിടെ എന്തിനാണ് കേട്ടത്? ഇവിടെ അടയ്ക്കണം. എത്ര പീസ് കിട്ടി എനിക്ക്? 20 ന്യൂ റെസിപ്പിയാണല്ലോ. ഇത് നമ്മൾ ഇവിടെ ഇറങ്ങും. എന്നിട്ട് ഇതും ഇത് ഫ്യൂലായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, ഇത് നമുക്ക് ഫ്യൂലായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതും ഒരെണ്ണം കിട്ടുമോ കുക്ക് ചെയ്ത്? ആ ഡ്രൈ ലീവ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് വെച്ച് ഉപയോഗിക്കാന്നാ എൻ്റെ സംശയം. കുക്ക്ഡ് മട്ടൻ നമുക്കത് ഇന്ന് വേണ്ട, ഇപ്പൊ കഴിക്കാൻ നന്നായിട്ടില്ല. എൻ്റെ പിക്കാക്സിന് ഫ്യൂലായിട്ട് ഉപയോഗിക്കാം. കാരണം നമ്മൾ ഫുൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാ ഗൈസ്. എന്നും പറഞ്ഞ എന്നാ സംഭവം? ആക്സാണ് പിക്കാക്സാണ്? പിക്കാക്സ് ഉണ്ടാക്കാം. ഒരു 9 അടിക്കാം. നമുക്കിങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങി ഞാനടുത്ത് ഇവിടെ കേവാണ്. ഞാൻ ദൈവത്തിന് ഉറക്കെ ഇറങ്ങില്ല. എനിക്കതിനകത്ത് പേടിയാ ഗൈസ്, ചത്ത് പോയാ പോയെന്നും പറഞ്ഞു. കാരണം തീയാണേ ബെഡ്റോക്ക്. ഞാൻ എന്നിട്ടാണ് 2 എണ്ണം അടിച്ചത് അവിടെ. നമ്മൾ ഇച്ചിരി കബിൾ സ്റ്റോൺ അങ്ങ് ഡിഗ് ചെയ്ത് പോകാം. ഇങ്ങനെ പോകണം നമുക്ക്. അത്രയും പോരെ? എത്ര എണ്ണം കിട്ടി? 34 ആയി. ഇതൊക്കെ മതി നമുക്ക് ഈ ടോർച്ച് എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ കുഴി അങ്ങ് അടച്ചു മൂടും. അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി നമ്മള് ഇൻവെന്ററി കുറച്ച് ഓർഗനൈസ് ചെയ്യാം. ഇത് കുറച്ച് ഇങ്ങോട്ടേക്ക്. നൈറ്റ് കഴിഞ്ഞ കിടക്കുന്ന നൈറ്റ്. നിങ്ങള് സുഖാണ്? നമുക്കിങ്ങനെ ചുമ്മാ കുത്തിയിരിക്കാം. ഇവിടെ നമ്മള് You are sneaking so you can't fall off of edges. എന്നത്? ഇവിടുത്തെ ക്രാഫ്റ്റിംഗ് റെസിപ്പീസ് കുറച്ച് നോക്കാം. അത് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം സാധനങ്ങൾ. ഇത് നമുക്ക് പ്ലാങ്ക്സ് എല്ലാം ഉണ്ടാക്കാം. പ്ലാങ്കില് നമുക്ക് 2-3 സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് ഒരു സെറ്റും കൂടെ ഉണ്ടാക്കാം. സ്റ്റിക്കിന്റെ കൂടെ സോർഡല്ല, നമുക്ക് ഒരു ഇതാണ് വേണ്ടത്, ആക്സ്. സോർഡ് ഒരു നല്ല മെഷറിന് എടുത്തേക്കാം. എന്നിട്ട് നമുക്ക് ഇൻവെന്ററി ഓർഗനൈസ് ചെയ്യാം. ഇത് ഇങ്ങോട്ടേക്ക്, ഇത് ഇങ്ങോട്ടേക്ക്, ഇത് ഇങ്ങോട്ടേക്ക്, ഇത് ഇങ്ങോട്ടേക്ക്, ഇത് ഇങ്ങോട്ടേക്ക്. അതിരിക്കട്ടെ, ആവശ്യം വരും. ഇതും ഇങ്ങോട്ടേക്ക്, ഇതും ഇങ്ങോട്ടേക്ക്. ഫെദർ എനിക്ക് ആവശ്യമില്ല. ഇപ്പൊ നമ്മളിതൊരു കുഴി ഉണ്ടാക്കാം. കുഴീൻ്റെ അകത്ത് ഫെദറും ഇട്ടേക്കാം.
കുഴിക്കാത്ത പോയെന്നാ തോന്നുന്നത്. നമുക്കിങ്ങനെ ഓടാം. ഞാൻ നിന്റെ പെർസ്പെക്റ്റീവ് ഡാൾട്ടൻസ് പോയിന്റ് ഡി. നമ്മൾക്ക് എൻ്റെ POV ഇങ്ങനെ മാറ്റണേ. നല്ല ക്യാരക്ടറാണല്ലോ ഗൈസ്, എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാ. ബ്രൗസ് അഡോൺസ് ഇമോട്ടൊക്കെ ഉണ്ട്. ക്ലാപ്പിംഗ് വേവ് ഓവർ ദർ, ഫോളോ മീ, വേവ്, പെയ്തട്ട. മാളിലാരും ഒരുത്തനുണ്ട്. മറ്റേ സ്കെലിറ്റൻ. നമുക്കിങ്ങനെ ഇരിക്കാം. നമുക്ക് ഈ മൂലയെ പോയി കൈതട്ടാം. മൂലയെ പോയി കൈതട്ടാം. പ്രേം അയ്യോ, നമുക്കിങ്ങനെ അങ്ങിരിക്കാം. ഇങ്ങനെയാണ് മിക്ക പ്ലേ ത്രൂവേഴ്സ് ഇങ്ങനെയാണ് ചെയ്യണത്. നമ്മളെൻ്റെ ഓർഗൻ ഇങ്ങോട്ട് മട്ടൻ വേണോ ഗൈസ്? മട്ടൻ ഇപ്പൊ വല്ലാത്ത വിലയാ. ഓടി കളിക്കാം. ഹങ്കറി വരട്ടെ പയ്യെ. രാത്രി അങ്ങ് മൈനിങ് വെറുതെ പോരട്ടെ, പണം പോട്ടെ, പവർ വരട്ടെ. അതാണ് നമ്മുടെ അക്ഷയ് ആകാശിന്റെ ഡയലോഗ്. അക്ഷയ് ആകാശ് ആരാന്നറിയാമോ? നമ്മുടെ കേരളയിലെ ബെസ്റ്റ് ഫ്രീ ഫയർ യൂട്യൂബറാ. തല ഇറങ്ങണുണ്ടോ ഗൈസ് നിങ്ങൾക്കിത് കണ്ട്? സോറി ഗൈസ്, നമുക്ക് ഞാൻ നിർത്താം. നിർത്തും. കടിച്ചിട്ട് അവിടെ വയ്ക്കും. അത്രയും മോശമാണ് ഞാൻ. രാവിലെ ആയി. നമുക്കിവിടെ നിന്ന് സ്ഥലം വിടാം ഗൈസ്. സ്ഥലം വിടാം നമുക്ക്. സ്ഥലം ബോൺസ്. പട്ടീനെ കിട്ടാമോ? പട്ടീനെ കിട്ടാന്ന് തോന്നുന്നേ. ബോൺസ് ഇട്ടിട്ട് പോയിട്ടുണ്ട്. പട്ടീനെ കിട്ടും. പട്ടീനെയും കുട്ടീനൊക്കെ കിട്ടും. ഇങ്ങനെ ചാടി പോകാം. മിസ്റ്റർ ബീസ്റ്റ് എന്നെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മ നോക്കണ്ട. ഞാനോർത്താ ചാവുന്നു ഞാൻ എന്നതാണ്. ഇതേ നല്ലൊരു പ്ലെയിൻസ് ബയോമ. അതെ, ഇവനെ ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നു. നമുക്കിങ്ങനെ അങ്ങ് പോയി ഇങ്ങനെ അങ്ങ് കേറി. പന്നി ചിക്കൻ ബോത്ത് എല്ലാം വരട്ടെ. എന്നൊക്കെ മെസ്സേജ് കണ്ടിട്ടുണ്ട്. ഇത് ഇതിനൊക്കെ ഒന്ന് എന്തെങ്കിലും ആക്കി തരുമോ? വേണ്ട. ലെതർ കിട്ടുമെന്ന് തോന്നുന്നു. പന്നി പോർട്ട് എല്ലാം പോർട്ടെ. നമ്മൾ ഈ കുതിരേനെയൊക്കെ പിന്നെ കൊണ്ടുവരാം. ചിക്കൻ നമ്മളിങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തോ. ചിക്കന് വന്നു. ഒരു വില്ലേജും തേടി ഞാൻ നടന്നുകൊണ്ടേയിരിക്കും. വില്ലേജും കിട്ടണില്ല. നമുക്കിങ്ങനെ ഓടി നടക്കാം. ഇത് കുറെ
ബ്ലാക്ക് ഷീപ്പ്. ആ, നിങ്ങൾ കണ്ടുപിടിച്ചടാ പരിപാടി. നിങ്ങൾ പരിപാടി കണ്ടുപിടിച്ചല്ലോ. ഈഗോ. ഷേ, ഒന്നുമില്ല ഗൈസ്. ഞാൻ അത്രയും റേസിസ്റ്റ് അല്ല. ഈ വീഡിയോ ഫേമസ് ആയി പോണം. അയ്യോ. എന്നിട്ട് ഞാൻ വല്ലതും ഈ വാക്ക് പറയണത് വല്ലതും ഡിമോണിറ്റൈസേഷനോ അതിന്റെ പേര് ചൈൽഡ് ഫ്രണ്ട്ലി മോണിറ്റൈസേഷൻ. ഈ മല കയറും. മലനോട് കയറിയിട്ടൊന്നുമില്ല. നമുക്ക് ആ വഴി പോകാം. എനിക്ക് ഈ ബയോമേ ഇഷ്ടപ്പെടുന്നില്ല. ബീഫ്, നമ്മൾ ബീഫ് ഫാൻസാ. ബീഫും മട്ടനും നമുക്കൊന്നും ലെതർ കിട്ടൂലേ. ചോറിലെടുക്കാം നമുക്ക്. ഓ, നമുക്ക് അവിടെ ഇറങ്ങണ്ട. അത്രയും മതി. എന്തോരം ഫുഡ്. നമുക്ക് കുറെ ഉണ്ട്. ഇനി നമുക്ക് വേണ്ട. ഇനി പന്നി പൂച്ചേനൊക്കെ ഇവിടെ ഇടാം. ദേ വില്ലേജ്. വില്ലേജ് കിട്ടി ഗൈസ്. നമുക്ക് ഇങ്ങനെ നീന്തിയിട്ട് പോകുന്നില്ല. നമുക്കിങ്ങനെ പോകാം. വില്ലേജ് കിട്ടി ഗൈസ്. നമ്മൾക്ക് വില്ലേജ് കിട്ടി. തേടി തേടി കിട്ടി. മക്കളെ വാ മോനെ. നമ്മുടെ അയർൻ ഗോളം കൈ. ഇവനെ ഞാൻ ഒന്നും ചെയ്യാൻ പോണില്ല. നമ്മളത് ലൂട്ടടിക്കാം. ആപ്പിള്. പൊട്ടേറ്റോ. ഇത് നമുക്ക് അപ്പോൾ ഇവിടെ മഴയായി. കറക്റ്റ് നിർത്താനുള്ള സമയം. അപ്പോൾ ഗൈസ്, ഞാൻ ഇതെൻ്റെ വീടായിട്ട് സ്ഥാപിക്കുന്നു. അപ്പോൾ നമുക്ക് എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ പ്ലേസ് ചെയ്യാം. ഇതും പ്ലേസ് ചെയ്യാം. മൂത്ര ബ്ലഡ്. ഓടാ വളിയില് എൻ്റെ വാങ്ങാത്ത. ഞാനും ഇറങ്ങാൻ പോ. ഓടാ വളിയില്. ഞാൻ ഇത് രണ്ടും ബ്ലോക്ക് ചെയ്ത് വിടാൻ പോകും. ബ്ലോക്ക് ചെയ്തിട്ട് പോവാത്ത. ബ്ലോക്ക് ചെയ്ത് ഇനി നമുക്ക് ഓടാ വളിയില്. ഇത് എൻ്റെ വീട്. പോകുന്നു. അയ്യോ, ഇവൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്ന. അപ്പൊ ഗൈസ്, നമുക്ക് നാളെ കാണാം. ഈ എപ്പിസോഡ് അങ്ങനെ തീർന്നു. ഡാലുമ 420 ലെറ്റ്സ് പ്ലേ മൈൻക്രാഫ്റ്റ്. സൈനിങ് ഓഫ്. ബൈ ഗൈസ്.